അങ്ങനെ പറഞ്ഞു. ഈ ചൂടാരത്നം കൊടുത്തു. ഈ കഥയും ആ കാക്കയുടെ കഥയും പറഞ്ഞു അടയാള വാക്കായിട്ട് പറയാൻ. എന്നിട്ട് പറഞ്ഞു, ഇനി നീ വേഗം പോയിക്കോ, നിന്നെ രാക്ഷസന്മാർ കണ്ടാൽ നിന്നെ ഉപദ്രവിക്കും, അതിനു മുമ്പേ വേഗം പോയിട്ട് പിന്നെ ശ്രീരാമൻ ഈ അടയാളവും കൊടുത്ത് അടയാള വാക്കും പറഞ്ഞ് ശ്രീരാമനെയും കൂട്ടി വന്ന് വേഗം എന്നെ രക്ഷിക്കാൻ നോക്കും മകനെ, നീ എനിക്ക് മകനെ പോലെയാണ്. അപ്പോൾ വേഗം ഹനുമാൻ അമ്മയുടെ കാക്കൽ നമസ്കരിച്ച് തൊഴുത് നമസ്കരിച്ച് പറഞ്ഞ് ഞാൻ പോയി വരാം, എന്നെ അനുഗ്രഹിക്കണം പറഞ്ഞിട്ട്. അപ്പോൾ ഹനുമാൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയാണ്, ഒരാളുടെ ദൂതനായിട്ട് ഒരു രാജ്യത്തേക്ക് പോയാൽ, ഒരാൾ പറഞ്ഞു വെച്ചിട്ട് പോയാൽ അവിടെ എന്ത് കാര്യം പറഞ്ഞാണ് നമ്മൾ വന്നത് വെച്ചാൽ ആ കാര്യം സാധിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ ഇഷ്ടത്തിന്, ആ പറഞ്ഞയച്ച ആളുടെ ഇഷ്ടത്തിന് വിഘ്നം വരാത്ത വിധത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കൂടി സാധിക്കണം. അങ്ങനെയാണ് നല്ല ദൂതനായാൽ വേണ്ടത്. അതുകൊണ്ട് പിന്നെ രാവണനെ ഒന്ന് കണ്ടിട്ടൊന്ന് വിവരം പറഞ്ഞിട്ട് പോകണം. ഇപ്പോൾ സീതയെ കണ്ടു, രാവണനെയും കൂടെ ഒന്ന് കണ്ടു പോകണം, അതാണ് വേണ്ടത്. അതിനൊരു വഴി എന്താ, ഈ ഉദ്യാനം നശിപ്പിക്കുക. അപ്പോൾ രാവണൻ്റെ ആൾക്കാർ എന്നെ പിടിക്കാൻ വരും. അപ്പോൾ രാവണൻ്റെ അടുത്ത് കൊണ്ടുപോകും, രാവണനെ കാണാം. അങ്ങനെ വിചാരിച്ചിട്ട് ഈ ശിംശപാ വൃക്ഷം ഒഴികെ ബാക്കിയുള്ള അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ തട്ടി പൊട്ടിച്ച് കൊമ്പൊക്കെ ഒടിച്ചിട്ട് അവിടെ ഇലകളൊക്കെ പൊട്ടിച്ച് അങ്ങനെ ആ കുരങ്ങ് കയറിയാലുള്ള ആ ഒരു സ്വഭാവം കാണിക്കും, അവിടെ മുഴുവൻ നാശാക്കും. അപ്പോൾ അസുരന്മാർ വന്ന് പിടിക്കും, അടിക്കാൻ നോക്കും, അസുരന്മാരെയൊക്കെ കൊല്ലും, കുറേ അസുരന്മാരെ കൊല്ലും. അപ്പോഴേക്കും അസുര സ്ത്രീകൾ ഓടിച്ചെന്ന് രാവണനോട് പറയും, ഇങ്ങനെ ഒരു കുരങ്ങൻ വന്നിട്ടുണ്ട് അവിടെ, അവനെല്ലാം നശിപ്പിക്കുന്നുണ്ട്, നമ്മളെ ഭൃത്യന്മാരെയൊക്കെ അവൻ അടിച്ചു കൊല്ലുന്നുണ്ട്, എന്താ. അപ്പോൾ രാവണൻ 14 ആദ്യം കുറേ അസുരന്മാരെ പറഞ്ഞേക്കും, ആ അസുരന്മാരെയൊക്കെ ഹനുമാൻ കൊല്ലും. പിന്നെ മന്ത്രിപുത്രന്മാരായിട്ടുള്ള 14 പേരെ യുദ്ധത്തിന് പറഞ്ഞേക്കും, അവരെയും ഹനുമാൻ കൊല്ലും. അത് കഴിഞ്ഞപ്പോൾ രാവണൻ്റെ ഇളയ മകൻ അക്ഷകുമാരൻ എന്ന് പറഞ്ഞൊരു മകനുണ്ട്, ഇളയ മകനാണ്. ഇന്ദ്രജിത്ത്, അതികായൻ, അക്ഷകുമാരൻ, ഇങ്ങനെ 3 മക്കളാണ്. ആ അക്ഷകുമാരൻ യുദ്ധത്തിനായിട്ട് ഹനുമാൻ്റെ അടുത്തേക്ക് വരും. അപ്പോൾ അക്ഷകുമാരനെയും ഹനുമാൻ കൊല്ലും. അപ്പോൾ രാവണൻ പറയും, ഇനി ആരെയും യുദ്ധത്തിന് അയക്കുന്നില്ല, ഞാൻ തന്നെ പോവുകയാണ്, എൻ്റെ മകനെ കൊന്നയാളോട് ഞാൻ തന്നെ യുദ്ധത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് അക്ഷകുമാരനെ ഹനുമാൻ്റെ നേരെ എതിർക്കാൻ രാവണൻ തന്നെ പുറപ്പെടുമ്പോൾ ഇന്ദ്രജിത്ത് വന്ന് പറയും, വേണ്ട, ഞാൻ പോയി യുദ്ധം ചെയ്ത് രാവണനെ ഹനുമാനെ കൊന്നിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജിത്ത് പോവുകയാണ്. ഇന്ദ്രജിത്ത് പോയി കുറേ യുദ്ധം ചെയ്യുമ്പോൾ ഒരിക്കലും ഹനുമാനെ ജയിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്ദ്രജിത്ത് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ഹനുമാനെ വീഴ്ത്തും. ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് ബ്രഹ്മാസ്ത്രം കൊണ്ട് കെട്ടുപെട്ട് വീണപ്പോൾ ബ്രഹ്മാസ്ത്രത്തിനെ ബഹുമാനിച്ചിട്ട് ഹനുമാൻ കെട്ടിയപ്പെട്ട പോലെ വീഴും. കെട്ടിൽ പെട്ട പോലെ, കെട്ടുപെട്ടിട്ടൊന്നുമില്ല, ഹനുമാൻ കെട്ടുപെടുകയില്ല, പക്ഷേ അതുപോലെ വീഴുകയാണ്. വീണിട്ട് ഈ അസുരന്മാരൊക്കെ കൂടി കയറ് കൊണ്ടുവന്ന് ഹനുമാനെ പിടിച്ച് കെട്ടി എടുത്ത് ആർപ്പ് വിളിച്ച് കൂക്കി വിളിച്ചുകൊണ്ട് രാവണൻ്റെ മുമ്പിൽ കൊണ്ടുവെക്കും. അപ്പോൾ രാവണൻ അവിടെ നിന്ന് ഒരു അസുരനോട്, ഒരു മന്ത്രിയോട് ചോദിക്കും, പിന്നെ ഇതാരാണ്, നീ എന്തിനാണ് ഇവിടെ വന്നത്, എന്താ വരാൻ കാരണം എന്നൊക്കെ ചോദിക്കാൻ പറയും. അപ്പോൾ അയാൾ ചോദിക്കും, നീ എന്തിനാണ് ഇവിടെ വന്നത്, എന്താ ഇവിടെ വരാൻ കാരണം, ആര് പറഞ്ഞയച്ചിട്ട് വന്നതാണ്, ആരുടെ ദൂതനാണ്. അപ്പോൾ പറയാൻ ശ്രീരാമദൂതനാണ്, സുഗ്രീവ ഭൃത്യനാണ്, വായുപുത്രനാണ്, പിന്നെ ഇന്ന കാര്യത്തിന് വേണ്ടി സീതാദേവിയെ കാണാൻ വന്നതാണ്. ഞാൻ ഇപ്പം ഇവിടെ വരാൻ എന്താ കാരണം എന്ന് വെച്ചാൽ നിന്നെ ഒന്ന് ഉപദേശിക്കാനാണ്. നിനക്ക് നല്ലതൊന്നും അറിയില്ല, നീയൊക്കെ ചീത്ത കാര്യങ്ങളാണ് ചെയ്യുന്നത്, സ്ത്രീകളെയൊക്കെ ഉപദ്രവിക്കുക, സാധുക്കളെയൊക്കെ ഉപദ്രവിക്കുക, അങ്ങനെയുള്ള. അതുകൊണ്ട് ചീത്ത ആളുകൾക്ക് നല്ലത് ഉപദേശിക്കലാണ് നല്ല ആളുകളുടെ കടമ. അതുകൊണ്ട് നിനക്ക് ഉപദേശം തരാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നീ ഇങ്ങനെ ദുഷ്പ്രവൃത്തി ചെയ്യരുത്, അസുര സ്വഭാവം കളഞ്ഞിട്ട് നീ ഭഗവാനെ ഭജിക്കൂ, ശ്രീരാമനെ ഭജിക്കൂ. ശ്രീരാമൻ എന്ത് തെറ്റ് ചെയ്താലും നാമം ജപിച്ചാൽ, ശ്രീരാമനെ ഭജിച്ചാൽ ശ്രീരാമൻ ആ ആളെ രക്ഷിക്കും. എത്ര തെറ്റ് ചെയ്തവനാണെങ്കിലും കൂടി അതൊക്കെ മറന്നിട്ട് ശ്രീരാമൻ അവരെ രക്ഷിക്കും. അതുകൊണ്ട് ശ്രീരാമനെ ഭജിക്കൂ എന്ന് പറഞ്ഞ് കുറേ ഉപദേശങ്ങൾ കൊടുക്കും. അപ്പോൾ രാവണന് ദേഷ്യം വരും. രാവണൻ ദേഷ്യം വന്നിട്ട് പറയും, ഇത്ര ധിക്കാരിയോ നീ എൻ്റെ മുമ്പിലിരുന്നിട്ട് ഇങ്ങനെ എന്നോട് എനിക്ക് ഉപദേശം തരാൻ, അപ്പോൾ നിന്നെ ഞാൻ വധിക്കും പറയും. അവർ നിന്നെപ്പോലെ 100,000 രാവണന്മാർ വന്നാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, എനിക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ആയുധധാരികളായിട്ട് ആരുമില്ലേ, ആയുധം ധരിച്ച അസുരന്മാരാരുമില്ലേ ഈ ദുഷ്ടനെ കൊല്ലാൻ. ഇവൻ എന്നോട് ധിക്കാരം പറയുന്നത് നോക്കി, എൻ്റെ മുമ്പിലിരുന്ന് എന്നോട് ഇങ്ങനെ ധിക്കാരം പറയുക. അപ്പോൾ ഒരു അസുരൻ വാളുമായിട്ട് ഹനുമാൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വിഭീഷണൻ കാണും. രാവണൻ്റെ അനിയനാണ് വിഭീഷണൻ. രാവണൻ്റെ ഒരനിയൻ കുംഭകർണൻ, പിന്നെ ഒരു അനിയൻ വിഭീഷണൻ. ആ വിഭീഷണൻ ശ്രീരാമഭക്തനാണ്, നല്ല സ്വഭാവമുള്ള ആളാണ്. ആ വിഭീഷണൻ പറയും, ദൂതന്മാരെ കൊല്ലാൻ പാടില്ല, ദൂതന്മാരെ കൊന്നാൽ അവരെങ്ങനെ വിവരം അറിയാം, ഇവിടെ വന്ന് കണ്ടുപോയി എന്നുള്ള വിവരം ശ്രീരാമൻ അറിയണമെങ്കിൽ ഈ ഹനുമാനെ കൊന്നാൽ പിന്നെ ശ്രീരാമന് വിവരം വല്ലതും അറിയാൻ പറ്റുമോ? അതുകൊണ്ട് കൊല്ലാൻ പാടില്ല, എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കി അയക്കാനേ പാടുള്ളൂ. നല്ല അവർക്ക് കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിൽ എന്തെങ്കിലും ഒരു അടയാളം ഉണ്ടാക്കണം.
അതാ വേണ്ടതെന്ന് പറയും. അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് പറയും എന്താ അടയാളം ഉണ്ടാക്കുക,